So hello my dear friends, welcome back to Negentropy Tech Tuition. This is Afsal. നമ്മൾ ഇന്ന് ഫ്രിക്ഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ലാഡർ ഫ്രിക്ഷനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് മാത്രമല്ല, കുട്ടികൾക്ക് ഒരല്പം ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കും കൂടെയാണ്. അതുകൊണ്ട് ലാഡർ ഫ്രിക്ഷൻ എക്സാമിന് ഒരു ഏണിയായി മാറാതിരിക്കാൻ വേണ്ടി നമുക്കിത് നന്നായി പഠിക്കാം. ഈ ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ലാഡർ ഫ്രിക്ഷനുമായിട്ട് അസോസിയേറ്റ് കിടക്കുന്ന കുറച്ച് ഫോഴ്സസുകളൊക്കെ എങ്ങനെ മാർക്ക് ചെയ്യുമെന്ന് പഠിക്കാം. കാരണം ഇതുവരെ പഠിച്ചതൊക്കെ ഒരു പോയിന്റ് മാസ് അനാലിസിസ് ആയിരുന്നു. നമ്മുടെ സിസ്റ്റം ബ്ലോക്ക് ഉണ്ടല്ലോ, ആ ബ്ലോക്കിന് ലെങ്ത്തും വിഡ്ത്തും ബ്രെഡ്ത്തും നമ്മൾ പറയാറില്ലായിരുന്നു, ഒരു പോയിന്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ലാഡർ ഫ്രിക്ഷൻ അങ്ങനെയല്ല, അതിലൊരു പെർട്ടിക്കുലർ ലെങ്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഫോഴ്സസുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. സി ലെറ്റ്സ് സേ ഈ ലാഡർ അറിയാമല്ലോ, നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏണിയാണ്. ഏണി ഒരിക്കലും ആകാശത്ത് നിർത്താൻ പറ്റത്തില്ല, അതിന് എവിടെയെങ്കിലും ചാരി വെക്കണം. ചാരി വെക്കുമ്പം ഒരു ഭിത്തിയിൽ ചാരി വെക്കണം. ഒരു എൻഡ് ഭിത്തിയിലായിരിക്കും, മറ്റേ എൻഡ് നമ്മുടെ ഫ്ലോറിലായിരിക്കും. അതേപോലത്തെ ഒരു ഇതാണ് വരച്ചിരിക്കുന്നത്. ദിസ് ഇസ് എ വോൾ, ഇതൊരു ഭിത്തിയാണ്, ഇതൊരു ഫ്ലോറാണ്. ഈ ഫ്ലോറിലേക്കാണ് ഞാൻ ആരെ ചാരി നിർത്താൻ പോകുന്നത്? നമ്മുടെ ലാഡർ, ഏണി ഞാൻ ഇങ്ങനെ ചാരി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഏണിക്കൊരു പേര് കൊടുക്കാം നമുക്ക്. ലെറ്റ്സ് സേ this is A and this is point is B. അപ്പോൾ നമ്മുടെ AB എന്ന് പറയുന്ന ഏണി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മതിലിലും ഗ്രൗണ്ടിലുമായിട്ട് ഇങ്ങനെ ചാരി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ എക്സാമിന് ചോദിക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് തരുന്ന എല്ലാ ലാഡർ ഫ്രിക്ഷൻസും യൂണിഫോം ലാഡർ ആയിരിക്കും. യൂണിഫോം ലാഡർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെന്ന് അറിയാമോ? ആ ലാഡറിൻ്റെ എക്സാക്ട് സെൻറ്ററിലൂടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? ലാഡറിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ലാഡർ AB ആണല്ലോ, ദിസ് ഇസ് AB. ആ AB ലാഡറിൻ്റെ ലെങ്ത് L ആണെങ്കിൽ കൃത്യം L/2 ആക്ട് ചെയ്യുന്നത്. L/2 നിന്ന് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഈ ലാഡറിൻ്റെ വെയിറ്റ്. കാരണം നമ്മൾക്ക് പഠിക്കാനുള്ളത് യൂണിഫോം ലാഡറിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ABയുടെ സെൻറ്ററിൽ നിന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും? വെയിറ്റ് ഓഫ് ദ ലാഡർ ആക്ട് ചെയ്യും. ഇനി സെക്കൻഡ്, ആ വെയിറ്റ് നമ്മൾ ഇതുവരെ വരച്ച എല്ലാ ഫ്രീ ബോർഡ് ഡയഗ്രത്തിൽ നമ്മൾ വെയിറ്റ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും? നോർമൽ റിയാക്ഷൻ വരയ്ക്കാൻ പോകും. നോർമൽ റിയാക്ഷൻ എവിടെ വരയ്ക്കാനുള്ളത്? എവിടെയൊക്കെയാണോ നമ്മുടെ സിസ്റ്റത്തിന് പോയിന്റ് ഓഫ് കോൺടാക്ട് ഉള്ളത് അവിടെ എല്ലാം നോർമൽ റിയാക്ഷൻ വരും. നമ്മുടെ സിസ്റ്റം ആരാണ് ഇവിടെ? ലാഡറാണ്. അപ്പോൾ ലാഡറിൻ്റെ ഒരു എൻഡ് എവിടെ തട്ടി നിൽക്കുകയാണ്? നമ്മുടെ ബോളിൽ തട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ നോർമൽ റിയാക്ഷൻ വരയ്ക്കാം. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ നോർമൽ റിയാക്ഷൻ. കാരണം ഈ ലാഡർ തട്ടി നിൽക്കുന്നത് ഏത് സർഫസിലാണ്? ഈ ബോൾ എന്ന് പറയുന്ന സർഫസിലാണ്. അപ്പോൾ കറക്റ്റ് ബോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ നമുക്ക് ആരെ വരയ്ക്കാൻ പറ്റൂ? നമ്മുടെ ബോളിനെ വരയ്ക്കാൻ, നമ്മുടെ നോർമൽ റിയാക്ഷൻ വരയ്ക്കാൻ പറ്റൂ. ഞാൻ അവന് RW എന്ന് വിളിക്കാം, വിച്ച് മീൻസ് ദ നോർമൽ റിയാക്ഷൻ എക്സർട്ടഡ് ബൈ ദ ബോൾ ഓൺ ദ ലാഡർ. ഈ ബോൾ ലാഡറിലേക്ക് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ ഞാൻ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നു, RW. അതേപോലെ തന്നെ നോക്കൂ, ലാഡറിന്റെ ബോട്ടം പോയിന്റ് B എവിടെ തട്ടി നിൽക്കുന്നു? ഈ കാണുന്ന ഫ്ലോറിൽ തട്ടി നിൽക്കുന്നു. അപ്പോൾ ഫ്ലോർ എടുത്തിട്ട് റിയാക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നു. ആ റിയാക്ഷൻ ഞാൻ എന്ത് വിളിക്കുന്നു? R ഫ്ലോർ എന്ന് വിളിച്ചു. ലെറ്റ് ബി R ഫ്ലോർ. അപ്പോൾ ഞാൻ നോർമൽ റിയാക്ഷൻസ് വരച്ചു. നോർമൽ റിയാക്ഷൻ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സുകളായിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സുകൾ വരയ്ക്കണമെങ്കിൽ ഈ ലാഡറിൻ്റെ ടെൻഡൻസി ഓഫ് മൂവ്മെന്റ് ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും വരെ നമ്മൾ ജസ്റ്റ് ഒരു മതിലൊരു ലാഡർ ചാരി വെച്ചാൽ ലാഡർ ഇങ്ങനെ സ്ലിപ്പായി താഴോട്ട് വരാനാണ് സാധ്യത. ഒരിക്കലും ലാഡർ ചാരി വയ്ക്കുന്ന ലാഡർ മുകളിലോട്ട് സ്ലിപ്പായി പോകത്തില്ലല്ലോ. അപ്പോൾ ഇവിടെയും ഇങ്ങനെ ചാരി വെച്ച ലാഡർ ഇങ്ങനെ താഴോട്ട് പോകും, ഇങ്ങനെ താഴോട്ട് പോകും. അപ്പോൾ പോയിന്റ് B റൈറ്റിലോട്ട് പോകും, പോയിന്റ് A താഴോട്ട് വരും. അപ്പോൾ പോയിന്റ് Bയുടെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? ടുവേർഡ്സ് റൈറ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ ടുവേർഡ്സ് ലെഫ്റ്റിലായിരിക്കും ആര് വരുന്നത്? അവിടുത്തെ ഫ്രിക്ഷൻ. സോ μRF ആണ് ഈ ബോട്ടം ഫ്ലോറിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ. പോയിന്റ് A എങ്ങോട്ട് പോവുകയാണ്? താഴോട്ട് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് μRW. ഇതാണ് നോർമലി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ ലാഡർ ഫ്രിക്ഷൻസിലും നമ്മൾ കണ്ടുവരുന്ന ബേസിക് ആയിട്ടുള്ള ഫോഴ്സുകൾ. ഇത് കൂടാതെ കുറച്ച് അഡ്വാൻസ്ഡ് പ്രോബ്ലംസുകൾ വരും. അതായത് ഇപ്പോൾ ഇവിടെ നിന്നൊരു പെർട്ടിക്കുലർ ദൂരം ഒരു മനുഷ്യൻ കയറി പോകും. ലാഡർ ആകുമ്പോൾ ഇങ്ങനെ ചവിട്ടിയിൽ ചവിട്ടി കയറുമ്പോൾ ഏതോ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലാകുമ്പോൾ എന്തൊരു ലാഡർ സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. ആ പൊസിഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വെയിറ്റും ആ മനുഷ്യൻ എത്ര ദൂരെയാണ്
നിൽക്കേണ്ടത്, ഇവൻ ഇക്വിലിബ്രിയത്തിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ചിലപ്പോൾ ഏത് ആംഗിൾ നമുക്കറിയില്ല, ഈ ലാഡർ നമ്മൾ ഒരുപാട് ഇങ്ങനെ ചരിച്ചു വെച്ചാൽ എന്ത് പറ്റും, ആ ലാഡർ ഇങ്ങനെ സ്ലിപ്പായി പോകും. അപ്പോൾ ഏത് ഒപ്റ്റിമം പൊസിഷൻസിലാണ് അവൻ സ്ലിപ്പ് ചെയ്യാതെ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന പൊസിഷൻ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ ഈ ലാഡറിന് നമ്മളിങ്ങനെ കുറച്ച് മുകളിലോട്ട് കയറ്റി വയ്ക്കും, അപ്പോൾ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാം. ചിലപ്പോൾ ലാഡറിൻ്റെ മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാണും, ഒരു വെയിറ്റ് കാണും. അങ്ങനെ പല 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 കേസുകൾ കാണും. പക്ഷേ എല്ലാ കേസുകളിലും ഫണ്ടമെന്റലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ വരച്ചിരിക്കണം. ഇവിടെ നിന്നാണ് പിന്നെ എക്സ്ട്രാ അഡിഷൻസ് വരുന്നത്. ഓക്കെ, ബാക്കി ഈ അഡിഷൻസ് ഒക്കെ നമുക്ക് ഓരോരോ പ്രോബ്ലത്തിലൂടെ പഠിച്ചു പോകാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന AB ലെങ്ത് L ആണെങ്കിൽ ഈ കാണുന്ന ലെങ്ത് ദിസ് ഇസ് L/2 ആയിരിക്കും, ദിസ് ഇസ് ഓൾസോ L/2 ആയിരിക്കും. ചിലപ്പോൾ അവർ ആംഗിൾ തരും, ചിലപ്പോൾ അവർ ഈ ആംഗിൾ തരാം, ചിലപ്പോൾ ഈ ആംഗിൾ തരാം. അവർക്ക് ഇഷ്ടമുള്ള ആംഗിൾ പറയും. ഇപ്പോൾ നമ്മുടെ ലാഡർ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത്രയാണെന്ന് പറയാം, അല്ലെങ്കിൽ ലാഡർ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത്രയാണ്. അങ്ങനെ പല പല ക്വസ്റ്റ്യൻസുകൾ അവർ തരും. ഓക്കെ, ഇനി ഇപ്പോഴും ഈ കാണുന്ന വോളിൽ ഫ്രിക്ഷൻ ഉണ്ടാകണം നിർബന്ധമില്ല. ചിലപ്പോൾ അവർ പറയുന്നത് വോൾ ഈസ് സ്മൂത്ത് എന്ന് പറയും. വോൾ സ്മൂത്ത് ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഫ്രിക്ഷൻ കാണത്തില്ല, പക്ഷെ ആര് കാണും, നോർമൽ റിയാക്ഷൻ കാണും. അങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ കാണും. അപ്പോൾ ഇത്രയും ബേസിക്സ് ഇത്രയും ഫ്രീ ബോഡി വരച്ചാൽ പിന്നെ നമ്മൾ എന്താണ് സാധാരണ പോലെ തന്നെ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0. അത് കൂടാതെ ഇവിടെ എന്തുകൂടെ വരും, മൂന്നാമത്തെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനായ നെറ്റ് മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനും കൂടെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു പോയിന്റ് മാസ് അല്ല. അതുകൊണ്ട് ഇവിടെ ആ ഇക്വിലിബ്രിയം കണ്ടീഷനൂടെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാനൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായി പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദ പ്രോബ്ലം. സി, ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോബ്ലം. ഇതിൽ നോക്കൂ, ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായി നോക്കാം. എ യൂണിഫോം ലാഡർ ഓഫ് ലെങ്ത് 10 meter weighing 20 Newton is placed against a smooth vertical wall. Kondo smooth vertical wall, which means smooth vertical wall എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ വോളിൽ ഫ്രിക്ഷൻ ഇല്ല. ഒന്നാമത്തെ പോയിന്റ്. With its lower and 8 meter from the wall, in this position the ladder is just to slip. അങ്ങനെയാണെങ്കിൽ determine the coefficient of friction, ladder and the floor, friction force acting on the ladder at the point of contact between the ladder and the floor. അങ്ങനെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദ പ്രോബ്ലം. ഓക്കെ, അല്ലെ നമുക്ക് ഇതേ സാധനത്തെ നമുക്ക് അപ്പുറത്ത് കോപ്പി ചെയ്യാൻ പറ്റുമെങ്കിൽ കോപ്പി ചെയ്യാം അല്ലേ? വേണ്ട, നമുക്ക് പുതിയ ഒരെണ്ണം വരയ്ക്കാം അല്ലേ? വരച്ച് തന്നെ പോകാം. വെറുതെ നമ്മൾ ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ലാഡർ, സോറി ദിസ് ഈസ് ദ വോൾ ആൻഡ് ദിസ് ഇസ് ദ ഫ്ലോർ. ഈ വോളിലും ഫ്ലോറിലേക്കുമായി ഞാൻ ആരെ ചാരി നിർത്താൻ പോവുകയാണ്, നമ്മുടെ ലാഡർ ഞാൻ ചാരി നിർത്താൻ പോവുകയാണ്. ഇവിടെ ഞാൻ ലാഡറിന് പേര് കൊടുക്കുന്നു. ലെറ്റ്സ് സേ ദിസ് ഇസ് A ആൻഡ് ദിസ് പോയിന്റ് ഈസ് B എന്ന് ഞാൻ പേര് കൊടുത്തു. AB എന്നാണ് ലാഡർ. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ആര് പറയുന്നത് കണ്ടായിരിക്കാം, AB എന്ന് പറയുന്ന ലാഡറിൻ്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരിക്കാം ഇല്ലേ? എന്താ പറയുന്നത്, യൂണിഫോം ലാഡർ 10 meter ലെങ്ത് ആൻഡ് വെയിങ് 20 Newton ആണ്. നമുക്ക് ആദ്യം അതങ്ങ് വരച്ചു പോകാം. AB 10 meter, ലെങ്ത് ഓഫ് ദ ലാഡർ 10 meter ആണ്. കറക്റ്റ് ഈ 10 meterന്റെ സെന്റർ കറക്റ്റ് ഇവിടെ നിന്ന് 5 meter മാറി സെന്ററിൽ എത്തുമ്പോൾ എന്താക്ട് ചെയ്യും, വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ലാഡറിന്റെ സെൽഫ് വെയിറ്റ് ആയ 20 Newton ആക്ട് ചെയ്യും. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഫ്രം ദ വാൾ ഇൻ ദിസ് പൊസിഷൻ ദ ലാഡർ ഇസ് ജസ്റ്റ് ടു സ്ലിപ്പ്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സ്മൂത്ത് ആണെന്ന് പറയുന്നത്. സ്മൂത്ത് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ ബോളിൽ എന്തില്ല, ഫ്രിക്ഷൻ ഇല്ല. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ പോകാം. ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കുമ്പോൾ നമുക്ക് ആദ്യം വരയ്ക്കേണ്ട ഫോഴ്സുകൾ എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. ഇവിടെ എന്തുണ്ട്, ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. എന്താണ് നോർമൽ റിയാക്ഷൻ, ആർ ബോൾ ഉണ്ട്. ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഇതാണ് ആര്, ആർ ഫ്ലോർ ഉണ്ട്. ഇത് മാത്രമല്ല ലാഡർ സ്ലിപ്പ് ചെയ്യാൻ ടെൻഡൻസി, ഇങ്ങനെ ഇരിക്കുന്ന വെയിറ്റ് കാരണം താഴോട്ട് ലാഡർ എന്ത് ചെയ്യും, ഈ ഇരിക്കുന്ന ലാഡർ താഴോട്ട് സ്ലിപ്പ് ചെയ്യാനാണ് ടെൻഡൻസി. അപ്പോൾ പോയിന്റ് B റൈറ്റോട്ട് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, μRF. ഈ μRF ആണ് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവിടെ എന്തില്ല, ഈ കാണുന്ന പോയിന്റ് എയിൽ ഇത് സ്മൂത്ത് ആണ്, ബോൾ സ്മൂത്ത് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഫ്രിക്ഷൻ വരയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലാഡറിനെ സൈഡിലോട്ടൊന്ന് മാറ്റി നിർത്താം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഇക്വേഷൻ, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു 0 കൊടുക്കാം നമുക്ക്.
all the vertical forces should be equal to 0. കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. The coefficient of friction between the ladder and the floor, frictional force, which means കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് mu കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഒന്ന്. രണ്ട്, frictional force F at the floor ഉണ്ട്. അപ്പോൾ ഞാൻ FF എന്ന് വിളിച്ചോട്ടെ. That is mu RF ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടുമാണ് എന്ത് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ മ്യൂ ആദ്യം വേണം. മ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് MURF ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലാഡറും ഫ്ലോറും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടെത്താം. നോക്കൂ, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ നിങ്ങളൊന്ന് കൃത്യമായി ആലോചിച്ച് നോക്കൂ. വെർട്ടിക്കൽ ഡയറക്ഷൻ രണ്ട് ഫോഴ്സുകളുള്ളൂ. അപ്വേർഡ് ഡയറക്ഷനിൽ RF ഉണ്ട്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആരുണ്ട്, വെയിറ്റ് ഉണ്ട്. സോ RF മുകളിലോട്ടല്ലേ, പോസിറ്റീവ് കൊടുത്തു. വെയിറ്റ് താഴോട്ടല്ലേ, -20 = 0. ഫ്രം ഹിയർ ഡയറക്ട്ലി നമുക്ക് എന്ത് കിട്ടും, RF എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 20 ന്യൂട്ടൺ എന്ന് കിട്ടി. കൊള്ളാം. ആദ്യമേ തന്നെ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ കിട്ടി. RF കിട്ടി. ഫസ്റ്റ് പാർട്ടല്ല, ഫസ്റ്റ് പാർട്ടിലേക്കുള്ള ഒരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ കണ്ടീഷൻസ്, സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, സമ്മേഷൻ ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കുകയാണ്, 0 കൊടുക്കുകയാണ്. നോക്കൂ, റൈറ്റിലോട്ട് RW ഉണ്ട്, ലെഫ്റ്റിലോട്ട് MURF എന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. സോ RW റൈറ്റിലോട്ട് അതിന്റെ പോസിറ്റീവ് കൊടുത്തു, ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സ് MURF അല്ലേ, അത് കൊടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്, 0 കൊടുത്തു. ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് RW ഈസ് ഈക്വൽ ടു MURF എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് RW ഡിവൈഡഡ് ബൈ RF ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളെ ഫസ്റ്റ് പാർട്ടായ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ, നമുക്ക് RW അറിയില്ല. RW അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഒരു ഇക്വേഷൻ കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ആകപ്പാട് അറിയാവുന്നുള്ള RF മാത്രമേ ഉള്ളൂ. ഈ ഇക്വേഷനകത്ത് 2 അൺനോൺ ഉണ്ട്. mu അൺനോൺ ആണ്, RW അൺനോൺ ആണ്. അപ്പോൾ ഒരു ഇക്വേഷൻ 2 അൺനോൺ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മൂന്നാമതൊരു ഇക്വേഷന്റെ സഹായം നമുക്ക് വേണം. അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻസിലേക്ക് പോവുകയാണ്. ഈ മൊമെന്റ് എടുക്കുന്ന സ്ഥലമാണ് ഒട്ടുമിക്ക കുട്ടികൾക്കും തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് എങ്ങനെ മൊമെന്റ് എടുക്കാമെന്ന് ഞാൻ വളരെ സ്ലോലി സാവധാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പ്രാവശ്യം എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എല്ലാ പ്രോബ്ലത്തിലും, ലാഡർ ഫ്രിക്ഷനിൽ മാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ബീം ഉണ്ടല്ലോ, സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്, അവിടെയും നമുക്കൊരു പ്രോബ്ലം, ഒരു എസ് എ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് കിട്ടും. അവിടെയും നമ്മൾ മൊമെന്റ് എടുക്കാൻ പഠിക്കണം. അത് മാത്രമല്ല, പിന്നെ ഫസ്റ്റ് മോഡിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മൊമെന്റ് എടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് മൊമെന്റ് എടുക്കാൻ പഠിക്കണം. സോ സമ്മേഷൻ ഓഫ് ഓൾ ദ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 0. ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് എടുക്കാം. ലെറ്റ്സ് സേ ദിസ് ഇസ് AB. ഞാൻ ഈ പോയിന്റിനെ C എന്ന് വിളിച്ചോട്ടെ. എനിക്ക് പോയിന്റ് A വെച്ച് മൊമെന്റ് എടുക്കാം, പോയിന്റ് C വെച്ച് മൊമെന്റ് എടുക്കാം, പോയിന്റ് B. നമ്മളെ ഇഷ്ടം ആണ് നമുക്ക് ഏത് പോയിന്റ് എടുക്കാം. പിന്നെ ചിലർ ട്രിക്കി പ്രോബ്ലംസുകളുണ്ട്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ച് എടുക്കുന്നത് എന്താണ് നമുക്ക് എളുപ്പമാണ്. അതൊക്കെ എന്താണ് ഞാൻ പിന്നീട് വഴിയെ പറഞ്ഞുതരാം. തൽക്കാലം ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഐ ആം ഗോയിങ് ടു ടേക്ക് മൊമെന്റ് അബൌട്ട് പോയിന്റ് B. പോയിന്റ് ബി ഉള്ള മൊമെന്റ് ഇവൻ ഇക്വിലിബ്രിയത്തിലാണല്ലോ. സോ ഏത് പോയിന്റ് വെച്ച് മൊമെന്റ് എടുത്ത് കൂട്ടിയാലും ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്ത് വരണം, 0 വരണം. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്, മൊമെന്റ് എടുക്കാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. മൊമെന്റ് എടുക്കാൻ പഠിക്കാൻ നമുക്കൊരു എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ കൊള്ളാമായിരുന്നു മൊമെന്റ് എടുത്ത് കാണിക്കാനായിട്ട്. ഒരു സെക്കൻഡ്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റ് എന്ന് പറയുന്നത്. ഫോഴ്സും വേണം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എവിടം വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, നമ്മൾ ഏത് പോയിന്റ് വെച്ചാണ് എടുക്കുന്നത് ആ പോയിന്റ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. സാധാരണ നമ്മൾ മൊമെന്റ് അബൌട്ട് പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് പറഞ്ഞാൽ ആ പോയിന്റിലൂടെ പോകുന്ന ഫോഴ്സ് എല്ലാം കൺസിഡർ ചെയ്യാറില്ല. കൺസിഡർ ചെയ്താൽ അവന്റെ മൊമെന്റ് എന്തായി പോകും, 0 ആയി പോകും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് ഇപ്പം എന്ത് ചെയ്യണം, നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് വരാം. നോക്കൂ, RW ഉണ്ട്, 20 നോട്ട്. ഈ 2 ഫോഴ്സുകളുടെ മൊമെന്റുകൾ നമുക്ക് ആദ്യം എടുക്കണം. നമ്മുടെ ഫോഴ്സുകൾക്ക് സൈൻ കൺവെൻഷൻസ് ഉണ്ട്. അപ്വേർഡ് പോസിറ്റീവ് ആണ്, ഡൗൺവേർഡ് നെഗറ്റീവ് ആണ്, റൈറ്റിലോട്ട് പോസിറ്റീവ് ആണ്, ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ മൊമെന്റുകൾക്കും സൈൻ കൺവെൻഷൻസ് ഉണ്ട്. മൊമെന്റ് എന്ന് ഒരു റൊട്ടേഷൻ ആണ്. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യും, ചിലപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പോസിറ്റീവ് ആക്കണം, ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് നെഗറ്റീവ് ആക്കണം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആന്റി ക്ലോക്ക് ദിസ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദിസ് ഇസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആക്കി എടുക്കുക. തൽക്കാലം ഞാൻ ഈ പ്രോബ്ലത്തിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്താക്കി എടുക്കുകയാണ്, പോസിറ്റീവ് ആക്കി എടുക്കാൻ പോകുന്ന വിചാരിക്കുക. അപ്പൊ ഞാൻ മൊമെന്റ് എടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. നോക്കൂ,
ഈ ബാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലാഡറായിട്ട് കൺസിഡർ ചെയ്യുക. ലാഡറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ മൊമെന്റ് അബൌട്ട് പോയിന്റ് ബി ആണെങ്കിൽ നമ്മുടെ ലാഡറിന് എന്ത് ചെയ്യുക, പോയിന്റ് ബിയിൽ വെച്ച് അങ്ങ് ഫിക്സ് ചെയ്യുക. ഈ പോയിന്റ് ബിയിൽ അനങ്ങത്തിൽ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ ഫോഴ്സുകൾ കൊടുക്കുക. നോക്കൂ, ഈ കാണുന്ന RW ഇവിടെ ആക്ട് ചെയ്യില്ലേ, RW ആക്ട് ചെയ്യുമ്പോൾ ഇത് എങ്ങോട്ട് കറങ്ങുന്നു. നോക്കൂ, RW എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് പോയിന്റ് ബി വെച്ചിട്ട് ഇവൻ എങ്ങോട്ട് കറങ്ങുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് കറങ്ങുകയല്ലേ. സോ ദിസ് ഇസ് എ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പൊ RW എന്ന് പറഞ്ഞ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു ദ പോയിന്റ് ബി ആണ്. നോക്കൂ, ഈ RW ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് പോയിന്റ് ബി വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഈ ഡിസ്റ്റൻസ് അല്ലേ, ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് അല്ലേ. ആ ഡിസ്റ്റൻസ് ആണ് ആരെന്ന് പറയുന്നത്, ഈ കാണുന്ന AC എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഒന്നുകൂടെ പറഞ്ഞുതരാം. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. മൊമെന്റ് അബൌട്ട് പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഡറിനെ എന്ത് ചെയ്യുക, പോയിന്റ് ബിയിൽ ഫിക്സ് ചെയ്യുക. നോക്കൂ, നിങ്ങൾ RW എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുക്കുന്നു, ഇവൻ എങ്ങോട്ട് കറങ്ങുന്നു, ഇവൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. അപ്പൊ ആ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവ് ആണ്. സോ RW എന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു ദ പോയിന്റ് ബി, അതേത് ഡിസ്റ്റൻസ് ആണ്, ഈ AC ആണ്. അപ്പൊ ഇൻറ്റു ഞാൻ AC കൊടുത്തു. ഇവൻ എന്താണ്, ദിസ് ഇസ് എ പോസിറ്റീവ് മൊമെന്റ്. കാര്യം എന്താണ്, RW എന്ന ഫോഴ്സ് കൊടുക്കുമ്പോൾ ലാഡർ കറങ്ങുന്നത് എങ്ങോട്ടാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണ്. അടുത്ത ഫോഴ്സ് നോക്കൂ, 20 ന്യൂട്ടൺ ആണ്. ഫോഴ്സ് കൊടുത്ത് നോക്കുമ്പോൾ ലാഡർ എങ്ങോട്ട് കറങ്ങുന്നു, ആ ഡയറക്ഷൻ നമുക്ക് എടുക്കാം. നോക്കൂ, ദിസ് ഈസ് ദ ലാഡർ. മൊമെന്റ് അബൌട്ട് പോയിന്റ് ബി അല്ലേ, ദ പോയിന്റ് ബിയിൽ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ലാഡറിനെ ഫിക്സ് ചെയ്തു. നോക്കൂ, 20 കിലോമീറ്റർ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് കൊടുക്കുമ്പോൾ ഇവ എങ്ങോട്ട് കറങ്ങുന്നു, ദിസ് ഈസ് എൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എങ്ങോട്ട് കറങ്ങുന്നു, നോക്കൂ, ഒന്നുകൂടെ നോക്കൂ, ദ ഫോഴ്സ് കൊടുക്കുന്നത് താഴോട്ട് എങ്ങോട്ട് കറങ്ങുന്നു, ദിസ് ഈസ് എൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ -20 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നോക്കൂ, ഈ കാണുന്നത് ഒരു യൂണിഫോം ലാൻഡർ ആണ്. അപ്പൊ അതിന്റെ എക്സാക്ട് സെന്ററിലാണ് ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വെയിറ്റിന്റെ ലൈൻ ഓഫ് ആക്ഷൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവൻ എന്തെന്നറിയുമോ, ഈ BC എന്ന് പറയുന്ന ലൈനിനെ കറക്റ്റ് ഈക്വൽ ഹാഫ് ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ആ ലൈൻ ഓഫ് ആക്ഷന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു പോയിന്റ് ബി എന്ന് ഇത്രയല്ലേ, അതായത് BC വരെ, BC എന്ന ടോട്ടൽ ലെങ്ത്തിന്റെ ഹാഫ് ആയിട്ട് വരും. സോ ഇൻറ്റു BC/2, ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്, 0. നമ്മുടെ മൊമെന്റ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? മൊമെന്റ് ഈസ് ഓൾവേസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിലാണ് കുട്ടികൾക്ക് കൂടുതലും പ്രശ്നമുണ്ടാകുന്നത്. ആ ഡയറക്ഷൻ ഇനിഷ്യലി ആദ്യമായി എടുക്കുന്നവർക്കും ഇച്ചിരി കൺഫ്യൂഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്കെയിലോ പേനയൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അതായത് സ്കെയിലിനെയോ പേനയോ നമ്മളെ ലാഡറാക്കി കൺസിഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവൻ എങ്ങോട്ട് കറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലാഡറിനെ എവിടെയെങ്കിലും ലാഡറിനെ ഫിക്സ് ചെയ്യണമല്ലോ. അതേത് പോയിന്റ് ആയിരിക്കും, നമ്മൾ ഏത് പോയിന്റ് വെച്ച് മൊമെന്റ് എടുക്കുന്നു ആ പോയിന്റിൽ ഫിക്സ് ചെയ്യുക. കണ്ടോ, ഇവിടെ കണ്ടോ, നോക്കൂ, പോയിന്റ് ബിയിൽ ഞാൻ എന്ത് ചെയ്തു, ലാഡറിനെ ഫിക്സ് ചെയ്തു. RW കൊടുക്കുമ്പോൾ അവൻ എങ്ങോട്ട് കറങ്ങുന്നു, ക്ലോക്ക് വൈസ്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഞാൻ പോസിറ്റീവ് ആക്കി എടുത്തു. ഇനി പിന്നെയും പോയിന്റ് ബിയിൽ വെച്ചുകൊണ്ട് 20 ന്യൂട്ടൺ താഴോട്ടാക്കി നോക്കൂ, എങ്ങോട്ട് കറങ്ങുന്നത്, ആന്റി ക്ലോക്ക് വൈസ്. ഇതാ കണ്ടോ, ഈ ഡയറക്ഷനിൽ കറങ്ങുന്നു, ഈ ഡയറക്ഷനിൽ. സോ ദിസ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മൊമെന്റുകളൊക്കെ ഞാൻ എടുത്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഫ്രം ഹിയർ വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് അൺനോൺ ഫോഴ്സ് RW കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, RW ഈസ് ഈക്വൽ ടു, ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, 20/2 10 അല്ലേ, ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ 10 + 10 ഇൻറ്റു BC. ഈ AC താഴെ വരുമ്പോൾ എന്ത് കിട്ടും, ദിസ് ഇസ് BC/AC. ഇതിൽ നമുക്ക് ഏത് ലെങ്ത് അറിയാം, BC ക്വസ്റ്റ്യനിൽ അറിയാം, തന്നിട്ടുണ്ട്. അത് ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നു, നമുക്കത് മാർക്ക് ചെയ്ത് പോകാം. നോക്കൂ, എ സ്മൂത്ത് വെർട്ടിക്കൽ against a smooth vertical with its lower end 8 meter from the wall. കണ്ടോ, ഈ കാണുന്ന ലാഡറിന്റെ ലോവർ എൻഡ് ഈ കാണുന്ന വോളിൽ നിന്ന് 8 മീറ്റർ മാറിയാണ്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് BC തന്നിട്ടുണ്ട്. വാട്ട് ഈസ് BC? BC ഈസ് 8 മീറ്റർ. അപ്പൊ നമുക്ക് ആരെ അറിയാം, BC അറിയാം, പക്ഷെ ഈ കാണുന്ന ലെങ്ത് AC അറിയില്ല. ഒരു ട്രയാങ്കിളിലെ 2 സൈഡ് അറിയാം, 3ാം സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യും. ഈ AC എന്ന് പറയുന്നതാണ് 10 മീറ്റർ, സോറി AB എന്ന് പറയുന്നതാണ് 10 മീറ്റർ, BC എന്ന് പറയുന്നത് 8 മീറ്റർ. അപ്പൊ AC കണ്ടെത്താം. ഈ AB ആരാണ്, ദിസ് ഈസ് അവർ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ നമുക്ക് കണ്ടെത്താനുള്ള AC ഈസ് ഈക്വൽ ടു √AB² മൈനസ് BC². ശരിയല്ലേ? സോ AB എത്രയാണ്, 10². BC എത്രയാണ്, BC, വാട്ട് ഈസ് BC? BC ഈസ് 8². ശരിയല്ലേ? സോ 100 മൈനസ് 64 വിൽ ബി √36. √36 എന്ന് പറഞ്ഞ ആൻസർ എത്ര വരും, 6 മീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ AC എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് കിട്ടി. എത്ര കിട്ടി, AC എന്ന് പറയുന്ന ലെങ്ത് 6 മീറ്റർ കിട്ടി. അപ്പോൾ വളരെ ഈസിയാണ്. 10 ഇൻറ്റു വാട്ട് ഈസ് BC ഹിയർ,
ബി സി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. ബി സി 8 മീറ്റർ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 6. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക. ഇവിടെ വെച്ച് കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? ദിസ് ഈസ് 4 കിട്ടും, ദിസ് ഈസ് 3 കിട്ടും. സോ ആൻസർ വിൽ ബി 40/3 എന്ന് കിട്ടും. ആരെന്ന് പറയുന്നത് നമ്മുടെ RWയുടെ വാല്യൂ 40/3. അത് കാൽക്കുലേറ്ററിന് കൊടുത്തു നോക്കുക. 40/3 എത്ര കിട്ടും? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് 40/3? 13.33 എന്ന് കിട്ടും. എത്ര കിട്ടും? 13.33 ന്യൂട്ടൺ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ RW എന്ന് പറയുന്നത്. കണ്ടോ? സോ വി ഗോട്ട് ദ വാല്യൂ ഓഫ് RW. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന RW എല്ലാ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, 2 ഫ്രിക്ഷണൽ ഫോഴ്സ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. എന്താ ഇക്വേഷൻ? mu is equal to RW divided by RF. RW divided by RF. RWയുടെ വാല്യൂ എത്രയാണ്? 13.33 ന്യൂട്ടൺ ആണ്. RFന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ദ ആൻസർ വിൽ ബി 20 ആണ്. സോ ഫ്രം ഹിയർ കാൽക്കുലേറ്ററിൽ നിങ്ങൾ കൊടുക്കുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് mu? 13.33 divided by 20 ചെയ്യുമ്പോൾ ദ ആൻസർ വിൽ ബി 0.67 ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടുന്നത്. ഇനി രണ്ടാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ. ദാറ്റ് ഈസ് mu RF. ഫ്രിക്ഷണൽ ഫോഴ്സ് at the floor. This is equal to mu RF. What is the value of mu? Mu 0.67. What is the value of RF? RF നെ അവർ കണ്ടുപിടിച്ചു. The answer is 0.67 into 20 ചെയ്യുമ്പോൾ 13.4 ന്യൂട്ടൺ. 13.4 ന്യൂട്ടൺ. കണ്ടോ? നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ആരെ സോൾവ് ചെയ്തിട്ടുണ്ട്? ഒരു ലാഡർ ഫ്രിക്ഷൻ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രോഡക്ടറി പ്രോബ്ലമാണ്. എങ്ങനെയാണ് ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ബേസിക് കണ്ടീഷൻസുകളാണ് ലാഡർ ഫ്രിക്ഷൻസിൽ അപ്ലൈ ചെയ്യുന്നതും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ച ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷേ ഈ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ തൊട്ടടുത്ത ലെവലിലേക്കുള്ള പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്താണ് കണ്ടീഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ലാഡർ വരയ്ക്കുക, ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറയുക, ചിലപ്പോൾ ഒരു ആംഗിളും തരും. അതിനുശേഷം എക്സാക്ട് സെൻറ്ററിൽ കൂടെ നമ്മൾ ലാഡറിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈവൻ സ്ലിപ്പിംഗ് ടെൻഡൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ വെച്ചുകൊണ്ട് mu RF എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്തു. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സമ്മേഷൻ ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സ്. ശരിയല്ലേ? ദിസ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻസിനകത്ത് എന്ത് വന്നു? RWയും RFും അൺനോണായിപ്പോയി. ഒരു ഇക്വേഷൻ രണ്ടെണ്ണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തേർഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആയിട്ടുള്ള സമ്മേഷൻ ഓഫ് ഓൾ ദ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 0. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മൊമെന്റ് ഈസ് ഓൾവേസ് ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? കയ്യിലുള്ള പേനയോ സ്കെയിലിനെയോ പെൻസിലിനെയോ എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഏത് പോയിന്റ് വെച്ചാണോ എടുക്കുന്നത് ആ പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മളെ ലാഡറിനെ ഫിക്സ് ചെയ്യുക. എന്ത് കൊടുക്കുക? ഫോഴ്സ് കൊടുത്തു വെക്കുക. അപ്പോൾ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു അതാണ് അവൻ്റെ ഡയറക്ഷൻ. നമുക്ക് എല്ലാവർക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും തിരിച്ചറിയാം. അത് വെച്ചുകൊണ്ട് സൈൻ കൊടുക്കുക. സൈൻ കൊടുത്തുനിന്ന് അവിടെ നിന്ന് RW എന്ന് പറയുന്ന ഈ ഇക്വേഷൻസിലുള്ള രണ്ടാമത്തെ ഇക്വേഷൻസിലുള്ള ഒരു അൺനോൺ നമ്മൾ കണ്ടുപിടിച്ചു. ആ RW കിട്ടിക്കഴിഞ്ഞാൽ RWൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ RF നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? mu എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ കിട്ടി. mu കിട്ടിക്കഴിഞ്ഞാൽ F ഈസ് ഈക്വൽ ടു mu RFൽ കൊടുത്താൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അറ്റ് ദ ഫ്ലോറിംഗ് കിട്ടി. സോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്കൊരൽപ്പം ഇതിൻ്റെ ലെവൽ കൂട്ടി 2-3 പ്രോബ്ലംസും കൂടെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.